ആനിനെ വിളിച്ചുകൊണ്ടിരുന്ന കരിവണ്ട്, ആഫ്രിക്കക്കാരി, ഇപ്പോഴും അങ്ങനെ വരാറുണ്ടോ കമന്റ്സ്? ഇഷ്ടംപോലെ അനിയന്റെ കൂടെ ഇട്ട ഫോട്ടോയ്ക്ക് അടക്കം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കാം ഇപ്പൊ അതൊന്നും നമുക്ക് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഞങ്ങക്ക് സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് ഈ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അനുഭവിച്ച് അവനങ്ങനെയല്ല. അവന് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുങ്ങി നടക്കണതാണ് ഇഷ്ടമില്ലാത്തത്. അവൻ പറയുന്നത് നോർമലായിട്ട്, അതായത് ഇത് മതി, ഇത് ഇങ്ങനെ മതി, അങ്ങനെ എല്ലാവർക്കും ഒരു നാച്ചുറൽ ടോൺ ഉണ്ട്. അതിലെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാന്നുള്ള കോൺസെപ്റ്റ് ആണ്. മൂത്ത മോളായിട്ട് ഭയങ്കര കമ്പനിയാണ്. അവളിപ്പോഴും ഇന്നും ചോദിക്കാനെ എന്നാ വരിക. ഞാൻ മാമനെ ലാസ്റ്റ് കണ്ടത് മാമൻ ഇങ്ങനെയാ കിടന്നത്, വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കയ്യൊക്കെ അനക്കാതെ വെച്ചു. അങ്ങനെ എപ്പോഴും എന്നും അവനെ പറ്റി പറയാം. അവന് ഇഷ്ടമുള്ള പാട്ടുകൾ അവൾ തന്നെ പറയാ, ആ പാട്ട് വെക്ക്. പിന്നെ പിള്ളേരുടെ കാര്യം, ഞാൻ കരയണ കണ്ട രണ്ടാളും കരയും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എനിക്ക് പറ്റില്ല. അപ്പൊ അവരുടെ മുമ്പിൽ മാക്സിമം കരയാതിരുന്നു ഒറ്റയ്ക്കുള്ള സമയം കിട്ടുമ്പോൾ അതിൻ്റെതായ ഓരോ കാര്യങ്ങളിൽ എൻഗേജഡ് ആകുമ്പോൾ എന്നാലും മരിക്കുന്നവരെയും അത് മനസ്സിലൊരു ഓർമ്മയും ഒരു വിഷമം തന്നെയാണ്. അവന്റെ മെയിൻ വിഷമം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ നന്നായി നോക്കുക തന്നെയായിരുന്നു. അപ്പൊ അതിന് ഈ ജോലിക്ക് പോയി ദൂരെ നിൽക്കുന്ന സമയത്ത് സാധിക്കില്ലല്ലോ എന്നുള്ള ബേസിലാണ്, കൂടെ നിന്ന് നമ്മൾ നിൽക്കുന്ന പോലെ ആവില്ല എന്നുള്ള ബേസിലാണ് ആള് നിർത്തി വന്നത്. എല്ലാരോടും എല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് ആള് പോയത്. ഞങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും ജോലി കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പിള്ളേരെയും കൊണ്ട് കറങ്ങാൻ പോയി, അവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത്, അമ്മനെയും കൊണ്ട് കറങ്ങാൻ പോയി, അച്ഛന് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. ആ സമയത്ത് വീട്ടുകാരോ അല്ലെങ്കിൽ ആരും സപ്പോർട്ടില്ല. അപ്പൊ ഇവനാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവനാണ് എൻ്റെ കൂടെ വീട്ടിൽ വന്ന എല്ലാ പണിയും എനിക്ക് അടിച്ചു വാരി തുടച്ച്. ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ സംസാരിക്കുന്നത് അവൻ തന്നെയാണ്. കാരണം അവൻ ഞങ്ങളുടെ വീഡിയോ കാണാറില്ല, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷെ അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് കോസ്മെറ്റോളജിയാണ് പഠിച്ചത്. അപ്പോൾ ഇവള് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നീ ഇത്ര റിസ്ക് എടുത്ത് കൊച്ചുകളൊക്കെ വെച്ച് ക്ലാസ്സിന് പോകുന്ന ഡെയിലി യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്താൽ കുറെ പൈസ ഉണ്ടാക്കാമല്ലോ. അപ്പം പറയും ഞാൻ 1 മില്യൺ ആവട്ടെ, 1 മില്യൺ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ സബ്സ്ക്രൈബർ ഞാനായിരിക്കും. ഇത് ഞങ്ങളെ കൊച്ചിന്റെ പേര് ഞങ്ങൾ ചേഞ്ച് ചെയ്തു. ഇതുവരെ ഞാൻ വേറെ എവിടെയും പറഞ്ഞില്ല തോന്നുന്നില്ലേ. പേര്, കൊച്ചിന്റെ പേര് വന്നിട്ട് എയ്ഡൻ ലൂക്ക അഖിൽ എന്നായിരുന്നു. ഞങ്ങളെ ഈഡൻ എന്നുള്ളത് മാത്രമേ അവിടെ അലൻ ലൂക്ക അഖിൽ ചെറിയ മോന്റെ പേര് ചേഞ്ച് ചെയ്തു. അപ്പൊ എപ്പോഴും കൂടെ ഉണ്ടാവും, ആ ഒരു പേരിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നുള്ള തോട്ടല് ചെയ്താണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയൊരു സമയമായിരുന്നു ഇതെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് എന്നുള്ളത്, ഹോസ്പിറ്റൽ കേസാണ് നമുക്ക് മെയിൻ ആയിട്ട് വന്നത്. കൊച്ചുങ്ങൾക്ക് രണ്ടുപേർക്കും ന്യൂമോണിയ ആയിരുന്നു. കുറച്ച് സീരിയസ് ആയിരുന്നു. എന്താണ് ഇനിയിപ്പോ നിങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ എന്താ? അച്ഛനും അമ്മയും ഒന്ന് സേഫ് ആക്കണം, ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഓക്കെ ആക്കി, അവരുടെ മെന്റൽ കണ്ടീഷൻ ഒന്ന് റിക്കവർ ആക്കണം. നമ്മളൊരു വിഷമ ഘട്ടത്തിൽ നമ്മളെ കൂടെ നിന്നവരൊന്നും നമ്മൾ ഒരിക്കലും, നമ്മുടെ സന്തോഷ നിമിഷത്തിൽ കൂടെ ഇല്ലാത്തവരെക്കാളും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, നമുക്കൊരു സങ്കടം വന്നപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, വിഷമങ്ങള് ഒന്നുമില്ല. ഈ വിഷമങ്ങള് പറഞ്ഞാൽ അവന് മെയിനായിട്ട് ഫാമിലിയാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ അവനെ വ്യക്തിനെ ഒരുപാട് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കും എല്ലാ കാര്യങ്ങളിലും. അവന്റെ മെയിൻ വിഷമം എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ നന്നായി നോക്കുക തന്നെയായിരുന്നു. അപ്പൊ അതിന് ഈ ജോലിക്ക് പോയി ദൂരെ നിൽക്കുന്ന സമയത്ത് സാധിക്കില്ലല്ലോ എന്നുള്ള ബേസിലാണ്, കൂടെ നിന്ന് നമ്മൾ നിൽക്കുന്ന പോലെ ആവില്ല എന്നുള്ള ബേസിലാണ് ആള് നിർത്തി വന്നത്. അപ്പൊ ഇവിടെ തന്നെ വന്നിട്ട് അവന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഏതൊരു അക്കാദമി നോക്കിയിട്ടുണ്ടായിരുന്നു, IAS നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നോക്കാവുന്ന ബേസിൽ വന്നാണ് ആള്. ജോലി റിസൈൻ ചെയ്തിട്ട് വന്ന അവസാനത്തെ 2 ദിവസം ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. കാരണം 2 ദിവസം ഫുള്ള് ഒരുപാട് സന്തോഷം, ഫാമിലിയായിട്ട് അത്രയും മിങ്കിളായ ദിവസമാണ് 2 ദിവസം. കാരണം എല്ലാരോടും എല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് ആള് പോയത്. ഞങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും ജോലി കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പിള്ളേരെയും കൊണ്ട് കറങ്ങാൻ പോയി, അവർക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത്, അമ്മനെയും കൊണ്ട് കറങ്ങാൻ പോയി, അച്ഛന് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. വല്ലാത്തൊരു ദിവസമായിരുന്നു ലാസ്റ്റത്തെ 2 ദിവസം കടന്നുപോയി. ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളുടെ ഓർമ്മകളൊന്നും ഇപ്പോൾ അല്ല സത്യം പറഞ്ഞ വിഷമത്തിൽ ഞങ്ങൾക്ക് വരുന്നത്. അവസാനത്തെ ഈ 2 ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന ആ ഓർമ്മകളാണ് ഞങ്ങളെ വല്ലാണ്ട് അലട്ടുന്നത്. കാരണം അത്രയ്ക്കും ബോണ്ടായിരുന്നു ആ സമയത്ത്. എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്, നല്ല ബോണ്ടാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാന് അപ്പ അമ്മ അവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും എല്ലാത്തിനും ഒരുമിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്
ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് 4 പേര് ഒറ്റയ്ക്കിരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന ഒരു ടൈപ്പാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പപ്പയും അമ്മയും ഇവനും എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫോൺ കണ്ട സിനിമ കണ്ടോ സമയം കളയുന്ന ആൾക്കാരല്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞ് അങ്ങനെയാണ്. ഇപ്പോൾ തൊട്ടപ്പുറത്തെ വലിയപ്പന്മാരൊക്കെ ഇങ്ങനെ പറയും, നിങ്ങളെന്തായി നമ്മളിങ്ങനെ പറയും. അമ്മ ഇവന് ഭയങ്കര ഇവന് ഇത്ര പ്രായം ഉണ്ടെങ്കിലും അമ്മ ഭയങ്കരമായി കൊഞ്ചിക്കും ഇവനെ, ചെറിയ കുട്ടീനെ പോലെ. അപ്പം ഞാൻ എപ്പോഴും പറയാം അമ്മയ്ക്ക് അവനോടാണ് കൂടുതൽ സ്നേഹം. അതുപോലെ അമ്മയും മോനും അങ്ങനെയാണ്. അപ്പോൾ വലിയ മമ്മിയൊക്കെ പറയും, വിജിയാണ് അവനെ ഇങ്ങനെ ഇത്രയും കൊഞ്ചിക്ക് വഷളാക്കണത്, ഇത്ര പ്രായമില്ല അവന് എന്തിനാ ഇങ്ങനെ കൊഞ്ചിക്കണേന്ന് ചോദിക്കുക. അതുപോലെ ഒരു ബന്ധമാണ് അവന് ഞങ്ങളായിട്ടെന്നല്ല എല്ലാവരുമായിട്ട് അവൻ അങ്ങനെയാണ്. ഇപ്പം അവനെ ഓർത്തിരിക്കണം, അവനോട് അത്രയും അടുത്ത് നിൽക്കണം എല്ലാവർക്കും പറയാനൊരു ഓർമ്മ അവൻ്റെ എന്തായാലും ഉണ്ടാവും. ഈ ചേച്ചി എന്ന നിലയിൽ ആൻമരിക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടൊരു മൊമെന്റ് എന്തായിരുന്നു അലൻ്റെ? ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് ഒരു പ്രശ്നമായതുകൊണ്ട് ഇവൻ കുറച്ച് നാൾ മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കണം, എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വീട്ടുകാരോ അല്ലെങ്കിൽ ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവനാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇവനാണ് എൻ്റെ കൂടെ വീട്ടിൽ വന്ന് എല്ലാ പണിയും എനിക്ക് അടിച്ച് വാരി തുടച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്ത്. അതാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ അവനെ ഓർക്കുമ്പോൾ അമ്മ അച്ഛൻ അങ്ങനെ നിൽക്കണം, അതുപോലെ എന്തുണ്ടെങ്കിലും എൻ്റെ കൂടെ നിന്നൊരാളായിരുന്നു ആ സമയത്ത്. അത് എന്ത് സമയത്തായിക്കോട്ടെ, ഇപ്പം ഏട്ടനില്ലെങ്കിൽ രാത്രി എനിക്ക് കൂട്ടുകിടക്കാൻ വരിക. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേരുള്ളതുകൊണ്ട് എനിക്കൊന്നും അവരെന്നെ വിട്ട് നിൽക്കാത്തൊരു ടൈപ്പാണ് രണ്ടാളും. അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിൽ പോകണമെങ്കിൽ കരയും. അപ്പോൾ പറയും നീ വേണ്ട ഞാൻ ചെയ്യും. അന്ന് അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ വരെ കുറച്ച് പാത്രം കഴുകണ്ട, അതൊക്കെ കഴുകി തുണിയൊക്കെ മടക്കിയടി ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു സഹായമായിരുന്നു. സഹായം എന്ന് മാത്രമല്ല എൻ്റെ അടുത്തും ഇതുപോലെ എല്ലാം പറയും, എല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ ഒരു ചേച്ചി അനിയെന്നല്ല, എന്നെ പേരാ വിളിക്കുക. ഞങ്ങൾ തമ്മിൽ 1 വയസ്സ് 4 മാസം വ്യത്യാസമുള്ളൂ. പേരാ വിളിക്കുക എന്നുണ്ടെങ്കിലും ആ ഒരു ബോണ്ട് ഭയങ്കര. അതുകൊണ്ട് മൂത്ത മോളുമായിട്ട് ഭയങ്കര കമ്പനിയാണ് അവൻ. അവളിപ്പോഴും ഇന്നും ചോദിക്കും അവനെ പറ്റി, എന്നാ വരിക. അവൾക്കറിയാം സംഭവം ഇങ്ങനെയാണെന്ന്. വിചാരിച്ചിരിക്കുന്നത് വരും. അവള് പറയാ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞിട്ട് വരും തിരിച്ചു വരും. അതാണ് അവള് ഇപ്പോഴും പറയുന്നത്. വിളിച്ചിട്ട് വാന്നൊക്കെ പറയും ഓർമ്മ വരുമ്പോഴൊക്കെ. മോളെ ഇങ്ങനെ കാണിച്ചു കൊടുത്തായിരുന്നു? അല്ലേ, കാണിച്ചു കൊടുത്തായിരുന്നു. അതുകൊണ്ട് വലിയ മുറിവായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കാണ്. അപ്പോൾ മാമനെ ഇടയ്ക്ക് പോയി വിളിച്ചിട്ട് വാന്നൊക്കെ പറയും ഓർമ്മ വരുന്ന സമയത്ത്. അവളിപ്പോഴും അങ്ങനെ പറയും. ഞാൻ മാമനെ ലാസ്റ്റ് കണ്ടത് മാമൻ ഇങ്ങനെയാ കിടന്നത്, വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കയ്യൊക്കെ അനക്കാതെ വെച്ചു വാനു എന്നൊക്കെ പറഞ്ഞിട്ട് അവള് എന്നെ പേരാ വിളിക്കുക. അങ്ങനെ എപ്പോഴും എന്നും അവനെ പറ്റി പറയാം, അവന് ഇഷ്ടമുള്ള പാട്ടുകൾ. അവൾ തന്നെ പറയാം, ആ പാട്ട് വെക്ക്, അത് മാമൻ്റെ പാട്ടല്ലേ, ആ പാട്ട് വെച്ചതാന്നൊക്കെ പറഞ്ഞ് ഇവിടെ TV-യിൽ ആ പാട്ടൊക്കെ വെച്ച്. അവളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും അവൻ അങ്ങനെയാണ്. എല്ലാവരുമായിട്ട് അവൻ ആ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, ഒരു ബോണ്ട്. സുഹൃത്തുക്കളൊന്നും ഇപ്പോഴും ആരും റിക്കവർ ആയിട്ട് പോലും ഇല്ല. പലർക്കും ഞങ്ങളെ ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അവൻ്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും ഞങ്ങളുടെ കൂടെ നാട്ടിലുള്ള ആർക്കാണെങ്കിലും ഒരുപാട് പേർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. എല്ലാവരും അവൻ ദൂരെ എവിടെ ജോലിക്ക് പോയിരിക്കണം എന്നുള്ള ബേസിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇവിടുത്തെ ഒരു ജനസമ്മതനായിരുന്നു അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങളൊക്കെ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരുന്ന അലനെയായിരുന്നു. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സോഷ്യൽ ഇൻഫ്ലുവൻസ് അങ്ങനെയൊക്കെ അല്ലേ. ഞങ്ങളുടെ നാട്ടില് ഇപ്പം നമ്മുടെ നാട്ടില് ലോക്കലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ഒരു സറൗണ്ടില്, നമ്മളുടെ സുഹൃത്തുക്കളുടെ സറൗണ്ടില് എല്ലാവരുടെ അടുത്തും സംസാരിച്ച് ഇടപഴകി അവനെ പറ്റി അങ്ങനെ നെഗറ്റീവ് പറയാനായിട്ട് ആർക്കും ഇല്ല ഒന്നും. അതാണ് അവന്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അനുവാണെങ്കിൽ പറയുകയുണ്ടായി, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയൊരു സമയമായിരുന്നു ഇതെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് എന്നുള്ളത് കുറച്ച് പേർക്ക് അറിയാമെങ്കിലും എന്തോ ഒരു സാധനം അതിൻ്റെ അകത്ത് മറച്ചു വെക്കുമ്പോൾ നമുക്ക് തോന്നി. അല്ല, ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ അത് ടൈം കിട്ടണില്ല. കാരണം ഹോസ്പിറ്റൽ കേസാണ് നമുക്ക് മെയിൻ ആയിട്ട് വന്നത്. 2 പേർക്കും ന്യൂമോണിയ ആയിരുന്നു. 2 കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പം മാസങ്ങളോളം ഹോസ്പിറ്റൽ ബേസിലായിരുന്നു. മൂത്താളെ കൊണ്ടുപോയി അവൾക്കൊന്ന് റിക്കവർ ആകുമ്പോൾ ചെറിയ ആളാക്കും. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനാവും, പിന്നെ എനിക്കാവും. അതെങ്ങനെ
എന്താ പറയാ തിരിഞ്ഞു പറഞ്ഞ് അസുഖങ്ങൾ വന്നോണ്ടേ ഇരിക്കുകയായിരുന്നു. അതാണ് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനോ പിടിക്കാനോ ഒന്നും പറ്റാത്തത്. പിന്നെ അത് 1-2 മാസമല്ല, കുറച്ച് ലോങ് കുറെ ടൈം ആയിരുന്നു, നാളായി 4-5 മാസത്തോളം. ചെറിയ മോൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവൻ എപ്പോഴും എന്തെങ്കിലും വയ്യായിക വരും. പിന്നെ അവൻ എന്നെ വിട്ട് ഒട്ടും മാറി നിൽക്കാത്തൊരു ടൈപ്പാണ്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ടാണ് വീഡിയോ കുറെ നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ആണെങ്കിലും കണ്ടന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടൈം എടുത്ത് ഒരു ടൈം ഗ്യാപ്പ് എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പ്രീഷ്യസ് മൂവ്മെന്റ് വരാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ടൈം ആവട്ടെ അത് മാത്രം ചെയ്താൽ മതി എന്ന് വേണ്ടിയിട്ടാണോ അങ്ങനെ പ്രീഷ്യസ് മൂവ്മെന്റ് അല്ല, ഞങ്ങൾ വന്നിട്ട് ആക്ച്വലി ഒരു വീക്കിലി ഒരു 1 വീഡിയോ, മുമ്പൊക്കെ വീക്കിലി 2 വീഡിയോ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വീക്കിലി 1 വീഡിയോ ആയി, പിന്നെ ഞങ്ങൾ 2 ആഴ്ചയിൽ 1 വീഡിയോ ആയി, പിന്നെ മാസത്തിൽ 1 വീഡിയോ ആയി, അങ്ങനെ. പിന്നെ സമയം അല്ല മടിയല്ല, കാരണം മടിയൊന്നുമല്ല, നമുക്ക് അവിടെ പിള്ളേര് 2 പേരില്ലേ, ഞങ്ങൾ 2 ആൾ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങള് ഫാമിലി ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ഏട്ടന്റെ ഫാമിലി വേറെ ഇരിക്കുന്നത്, എന്റെ ഫാമിലി വേറെ ഇരിക്കുന്നത്. ഞാനും ഏട്ടനും 2 പിള്ളേരും മാത്രമായിട്ടായിരിക്കുന്നത്. ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ സമയം ഗ്യാപ്പ്. അപ്പൊ ഞാൻ വീട്ടിലിരിക്കും, പിള്ളേരെ നോക്കും. ആള് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്തിനെങ്കിലും വേണ്ടി ഞാൻ ക്ലാസ്സിന് പോകും, അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നു, കോസ്മെറ്റോളജി അതിന് പോകും. അപ്പൊ നമുക്ക് ആ ഒരു ടൈം ഇതിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം. പിന്നെ പിള്ളേരുടെ കാര്യം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയം കിട്ടാറില്ല. കിട്ടുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന വീഡിയോ എടുത്ത് ഇടാറുണ്ട്. അത് മാത്രമായിട്ട് പോകുന്ന ആൾക്കാരല്ല, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടും ചെയ്യുന്നു. അല്ല അങ്ങനെ ചെയ്ത് ഡെയിലി വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം. ആക്ച്വലി അലൻ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ സംസാരിക്കുന്നത് അവൻ തന്നെയാണ്. കാരണം അവൻ ഞങ്ങളുടെ വീഡിയോ കാണാറില്ല, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷെ അവൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് കോസ്മെറ്റോളജിയാണ് പഠിച്ചത്. അപ്പോൾ ഇവള് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നീ ഇത്ര റിസ്ക് എടുത്ത് കൊച്ചുകളൊക്കെ വെച്ച് ക്ലാസ്സിന് പോകുന്ന ഡെയിലി യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്താൽ കുറെ പൈസ ഉണ്ടാക്കാമല്ലോ, അപ്പോൾ നീ ഇതൊക്കെ ഒന്ന് കറക്റ്റായി ഫോളോ അപ്പ് ചെയ്തിപ്പോ. അപ്പോൾ ഇവള് പറയും എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നീ എന്തിനാ അതൊക്കെ പറയുന്നത് ചോദിക്കാം. പറയാം 1 മില്യൺ ആകുമ്പോൾ നിന്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പൊ അവൻ പറയും ഞാൻ 1 മില്യൺ ആവട്ടെ, 1 മില്യൺ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ സബ്സ്ക്രൈബർ ഞാനായിരിക്കും. അവൻ ഇങ്ങനെ പറയുന്നു. അതൊന്നും അവൻ ഫേസ് കാണിക്കാനോ ഒന്നും അവൻ അത്ര താല്പര്യം. അതുപോലെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ മരിച്ച സമയത്ത് ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്ത സമയത്ത് ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ. ആക്ച്വലി എന്താ വെച്ചാൽ അവൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പറഞ്ഞ പോലെ ഓൺലൈൻ സ്റ്റോറി ഇട്ടിട്ടോ അല്ലെ സ്റ്റാറ്റസ് ഇട്ടിട്ടോ അങ്ങനെയൊന്നും നടക്കുന്ന ആളല്ല. ആക്ച്വലി അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ അറിയാം. കാരണം ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ആളാണ്. അവന് ഫോട്ടോ എടുക്കും, വാട്സപ്പിലൊക്കെ എന്തെങ്കിലും പിള്ളേരുടെ സ്റ്റാറ്റസ് ഇടുന്നല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഇടണതിനോട് അവൻ അത്ര പ്രത്യേകം പറയുകയും ചെയ്യും നമ്മളടുത്ത് ഫോട്ടോ മറച്ചു വെക്കും, എന്നെ എടുക്കണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ ഈ കാര്യത്തിനൊക്കെ നല്ല എടുത്തു തരാൻ പറഞ്ഞ അവൻ എടുത്തു തരും. ഞങ്ങളുടെ പല വീഡിയോ എടുത്തത് അവൻ തന്നെയാണ്. കുറെ വീഡിയോസ് ഒക്കെ എടുത്തു തരും, നമ്മളെ അതിന് പ്രോത്സാഹിപ്പിക്കും. ഡെയിലി വീഡിയോ ഇടും, എന്താ വീഡിയോ ഇടത്ത് അതൊക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ സമയവും സാഹചര്യവും അതിന് ഒത്തുവരാത്തത് കൊണ്ടാണ് വീഡിയോ ഇടലും നടക്കാത്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവനൊരു വീഡിയോയിൽ വീട്ടിൽ നിന്ന് വന്നൊരു വീഡിയോയിൽ വന്നിട്ട് ഒരു കവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണ ഒരു ഇതില് അവന് ജസ്റ്റ് കാണിക്കുന്നുണ്ടല്ലോ അല്ലേ, മാസ്ക് ഇട്ടിട്ട്. അത് കൊറോണ ടൈമിലാണ്. അതെന്റെ ഫസ്റ്റ് ഞാൻ അവളെ പ്രഗ്നന്റ് ആയി, എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും വീട്ടിലാരും മിണ്ടില്ല. അപ്പൊ ഞാൻ അവന് കേക്ക് മേടിച്ചടാ നീ വീട്ടിൽ കൊണ്ടുപോയി മുറിച്ചോന്ന് പറഞ്ഞിട്ട് അവന് അന്ന് അമ്മ കൊറോണ വന്നിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പം അമ്മയ്ക്കുള്ള ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ വേണ്ടി ഡ്രസ്സ് അവൻ്റെ നിന്ന് വാങ്ങി അവന്റെ ബർത്ത്ഡേയുടെ കേക്കും കൊടുത്തിട്ട് നീ മുറിക്കുക കേക്കും കൊടുത്തിട്ട് വരുന്ന ആ ഒരു ഇതാണത്. ഇപ്പൊ അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഒരു സൗഹൃദത്തിലേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ആ സമയത്ത് തന്നെ ഡെലിവറി ആയ സമയത്ത് ഇവരെല്ലാരും കുഴപ്പമില്ലാതെ 2 ഫാമിലി. ആക്ച്വലി 2 ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. അവര് നമ്മുടെ അടുത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റത്തെ കൊച്ചായപ്പോ തന്നെ, കാരണം ഒരുപാട് വർഷങ്ങളായി, ഫസ്റ്റത്തെ കൊച്ചായപ്പോ തന്നെ അതെല്ലാം അവരും മറന്നു. പിന്നെ അവര് ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാവരും എന്ത് ആവശ്യത്തിന് വിളിച്ചാലും വരും. അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാത്തിനും കൂടെ നിൽക്കും. അതുകൊണ്ട് അലൻ എല്ലാ കുടുംബത്തിലും ഒരു മെമ്പറെ പോലെയാണ്. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ആ ഒരു ഇത്, ഞങ്ങളെ കൊച്ചിന്റെ പേര് ഞങ്ങൾ ചേഞ്ച് ചെയ്തു. ഇതുവരെ ഞാൻ വേറെ എവിടെയും പറഞ്ഞില്ല തോന്നുന്നില്ലേ. കൊച്ചിന്റെ പേര് വന്നിട്ട് എയ്ഡൻ ലൂക്ക അഖിൽ എന്നായിരുന്നു. ഓക്കെ. നമുക്ക് ഇവനും അലനും കുറെ കാര്യങ്ങൾ സാമ്യമുള്ള ആളാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അലന്റെ മരണ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ പോയപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചില്ല. എനിക്ക് എന്തൊക്കെ പറയുന്ന ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ. പിന്നെ പേര് ചേഞ്ച് ആക്കി. ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എയ്ഡൻ എന്നുള്ളത്. നമ്മള് പേരിട്ടപ്പം പറഞ്ഞു, എല്ലാവരുടെ അടുത്തും പറഞ്ഞു എന്നല്ലാതെ നമ്മള് ജനന സർട്ടിഫിക്കറ്റിൽ പേര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അലന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയപ്പോ ഏട്ടനൊരു പെട്ടെന്നൊരു തോന്നല് വേണ്ടി ഞങ്ങൾ എയ്ഡൻ എന്നുള്ളത് മാത്രമേ അവിടെ അലൻ ലൂക്ക അഖിൽ ചെറിയ മോന്റെ പേര് ചേഞ്ച് ചെയ്തു. അപ്പൊ എപ്പോഴും കൂടെ ഉണ്ടാവും, ആ ഒരു പേരിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നുള്ള തോട്ടല് ചെയ്താണ്. കാരണം നമുക്ക് അത്രയും
ഈ വേർപാട് ഞങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക അംഗീകരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു വിഷമം എങ്ങനെയാണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി അറിയില്ല. കാരണം പല ദിവസം രാത്രി ഉറക്കം വരാറില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് 2-3 ദിവസമായിട്ടുണ്ടാവുള്ളൂ നേരെ ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് കിടക്കാം. അത്രയും ഇവിടെയും കൂടി ഒരു 3-4 ലക്ഷം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു, ഉറങ്ങാണ്ടും ഭക്ഷണം കഴിക്കാണ്ടും ഒക്കെ ആയിട്ടൊക്കെ. ഒരാൾക്കെന്നല്ല എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് പുറമേ പെട്ടെന്ന് എല്ലാവരും കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ ഒരുപാട് ആക്ടിവിറ്റീസിൽ പോയി സാധാരണ നിൽക്കണമെന്നേ ഉള്ളൂ. എങ്ങനെയാ പുള്ളിക്കാരത്തിന് എങ്ങനെയാണ് ഒന്ന് റിക്കവർ ചെയ്ത് എടുക്കണമെങ്കിൽ? കാരണം എല്ലാവരെയും നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം അഖിലിനാണല്ലോ. അമ്മേനെ പറഞ്ഞാൽ മനസ്സിലാക്കി കൂടെ നിൽക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒന്നും ചെയ്യണമൊന്നുമില്ല. പിന്നെ കൊറേയൊക്കെ സങ്കടപ്പെടുമ്പോ എനിക്കും തോന്നും നേട്ടൻ തന്നെ എല്ലാത്തിനും ഓടണ്ടേ, ഞാനിങ്ങനെ ഇരുന്നാ ശരിയാവില്ലല്ലോ എന്ന് എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടാവുമ്പോ ഞാനും മാക്സിമം ആക്റ്റീവ് ആവും, സ്ട്രോങ് ആയി നിൽക്കും. പിന്നെ പിള്ളേരുടെ കാര്യം ഞാൻ കരയണ കണ്ട രണ്ടാളും കരയും, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എനിക്ക് പറ്റില്ല. അപ്പൊ അവരുടെ മുമ്പിൽ മാക്സിമം കരയാതിരുന്നു ഒറ്റയ്ക്കുള്ള സമയം കിട്ടുമ്പോൾ അതിൻ്റെതായ ഓരോ കാര്യങ്ങളിൽ എൻഗേജഡ് ആവുമ്പോൾ എന്നാലും മരിക്കുന്നവരെയും അത് മനസ്സിലൊരു ഓർമ്മയും ഒരു വിഷമവും തന്നെയാണ്. കാരണം സാധാരണ ഒരു മരണം പോലെ ഒരു അസുഖം വന്നിട്ട് മരണം നമുക്ക് ഇത്രത്തോളം എല്ലാവരും പറയുന്ന പോലെ നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ മാറും, ചിലപ്പോൾ ഒരു 3 മാസം 1 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിയിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളായിട്ടിരുന്ന ഒരാളാണ്. ഓക്കെ, ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. അതിൽ നമുക്ക് മറ്റാർക്കറിയില്ലെങ്കിൽ ഞങ്ങൾക്കത് പേഴ്സണലി അറിയാം, കാരണം അത്രയും അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ അവൻ്റെ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ ഒരാളുടെ അത്രയും കാലം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ പോയില്ലേ. അതന്നെ, അതിന് റിക്കവർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ മക്കളുടെ കാര്യം പറഞ്ഞല്ലോ, മോൻ്റെ പേര് മാറ്റി. ഈ അമ്മാവനും മക്കളും തമ്മിലുള്ള ബോണ്ട് എങ്ങനെയായിരുന്നു? കാരണം പെങ്ങടെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമ്മാവൻ എന്ന് പറഞ്ഞ ഒരു കളിക്കൂട്ടുകാരനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അലൻ മാമൻ വിളിക്കുക മൂത്താള്. അത്ര ബോണ്ടാണ്. എന്തുണ്ടെങ്കിലും അവന്റെ ഒപ്പം പോവുക, അവനെ കൊണ്ട് ഡ്രസ്സ് മേടിപ്പിക്കും. അവൻ വന്നു കഴിഞ്ഞാൽ ബൈക്കിൽ രണ്ടാളും കൂടെ കറങ്ങാനൊക്കെ പോകും. മൂത്തയാള്. പിന്നെ ചെറിയ ആള് ഉണ്ടായി കഴിഞ്ഞിട്ടും എനിക്ക് തോന്നണേ മൂത്താളെ അവനധികം ചെറുപ്പത്തിലൊന്നും അധികം നോക്കിയിട്ടില്ല. കാരണം അവന് ആദ്യത്തെ കുട്ടിയല്ലേ, എടുക്കാനൊക്കെ ഒരു പേടിയും മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ആൾ ഉണ്ടായിട്ട് അമ്മയ്ക്ക് ഓൾറെഡി വയ്യാത്തോണ്ട് അമ്മയുടെ കൂടെ ഇവനും വരും എന്നെ നോക്കാനും പിടിക്കാനും. ചെറിയ ആളെ ഞങ്ങൾ എവിടെ അവന്റെ കൂടെ കിടന്ന് ഉറക്കും. അവൻ അത്രയും ചെറുപ്പത്തിൽ എടുത്ത് ഉറക്കും, അവനെ കൊണ്ട് നടക്കും. അവന്റെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു കൊടുക്കുമായിരുന്നു രണ്ടാമത്തേന്റെ. പിന്നെ ഞങ്ങൾ പുറത്തു പോവാണെങ്കിലും അമ്മ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അവനെയാണ് ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നെങ്കിൽ ചെറിയ ആളെ എപ്പോഴും അവന്റെ കയ്യിൽ തന്നെ ഇരിക്കും. അവനാണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവനാ നോക്കുക. എന്ത് കാര്യത്തിനും ഞങ്ങൾ പോവാണെങ്കിൽ അവനാണ് ചെറിയ ആളെ കൈകാര്യം ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ അഖില് പറയുണ്ടായി, ഇത്രയും നാളായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോലും നിങ്ങളുടെ പേജിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒന്നും അലൻ്റെ ഒരു ഫോട്ടോ പോലും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് മുമ്പൊക്കെ, 1-2 ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നത്. പക്ഷെ ഈ മരിച്ച സമയത്ത് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടൂല്ലേ? അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കാലം ഒരു ഫോട്ടോ പോലും ഇടാത്തവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സന്ദർഭത്തിൽ പോലും ആൾക്കാരുടെ ആ ഒരു നെഗറ്റീവ് ചിന്താഗതി ഉണർന്നു വരുന്നുണ്ടല്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇരയായിരിക്കുന്ന ആളാണ് ആൻ എന്ന് പറഞ്ഞു. അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഒരുപാട് റിക്കവർ ആയി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് ഈ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അനുഭവിച്ച് മെന്റലി ഒക്കെ ആൾക്ക്. പക്ഷെ ഞങ്ങൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇവരൊക്കെ എന്ത് പറഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടും, നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ വീഡിയോ ഇട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയ ഒരു പർട്ടിക്കുലർ ഇൻകം ഞങ്ങൾ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ആയിക്കോട്ടെ, പ്രൊമോഷൻസ് കാര്യങ്ങളെല്ലാം ഒരു പർട്ടിക്കുലർ ഇൻകം, നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു ഇൻകം നമ്മൾ അത് റീച്ച് നഷ്ടപ്പെടുത്താതെ നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ അതിൽ പ്രോംപ്റ്റായി നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ ആൾ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു വർഷത്തിൽ ആൾ റിക്കവറായി. അതൊന്നും എല്ലാത്തിനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിക്കവർ ആയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇപ്പോൾ ആനിനെ വിളിച്ചുകൊണ്ടിരുന്ന കരിവണ്ട്, ആഫ്രിക്കക്കാരി, അങ്ങനെയുള്ള വാക്കുകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് അഖിലിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അതൊന്നും ബോധരാവേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പിന്നെ എത്രയൊക്കെ ഒരു മനുഷ്യനോട് നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിക്ക് എന്ത് പറഞ്ഞാലും നമ്മളങ്ങനെ ശ്രദ്ധിച്ചു പോകുമല്ലോ. അപ്പോൾ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പിന്നെ ആൾക്ക് തന്നെ ഒരു സമയത്ത് ആളൊന്നുകൂടെ ബോൾഡായി, ഇതൊന്നും അല്ല എന്നുള്ളൊരു രീതിക്ക് വന്നു. നമുക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ ഒരുപക്ഷെ നമ്മളിടുന്ന വീഡിയോ കണ്ടിട്ടായിരിക്കും ഇതൊക്കെ വെച്ച് പറയുന്നത്. പറയും, പക്ഷെ നമ്മളെ അറിയുന്നവർക്ക് അറിയാം നമ്മൾ എന്താന്നുള്ളത്. പിന്നെ എല്ലാരെയും ബോധ്യപ്പെടുത്തണ്ടെന്നുള്ള ഒരു ചിന്താഗതി എന്റെ വന്നപ്പോ എല്ലാ കമന്റ്സും വായിക്കുമായിരുന്നോ ഈ നെഗറ്റീവ് കമന്റ്സ്?
ഇപ്പോഴും അങ്ങനെ വരാറുണ്ടോ കമന്റ്സ്? ഇഷ്ടം പോലെ അനിയന്റെ കൂടെ ഇട്ട ഫോട്ടോയ്ക്ക് അടക്കം വന്നിട്ടുണ്ട്. ആ ഈ പക്ഷെ നമ്മളതൊന്നും കാര്യമാക്ക ഇപ്പൊ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാരണം അതിലും നമ്മളുമായിട്ട് വലിയ കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞു. പിന്നെയാണ് 4 പേര് അറിയാതെ ഏതോ ഒരു 4 ചുമരിന്റെ ഉള്ളിൽ ഇരുന്നിടുന്ന ഈ ഒരു കമന്റ്സിന് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. വരുന്നുള്ളൂ. ഇപ്പോൾ അനീൻ്റെ കാര്യം പറഞ്ഞല്ലോ. അനീൻ ഇങ്ങനെ ഈ കമന്റ്സ് വരുമ്പോഴത്തേനും അനീൻ അത് വായിക്കുമോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു അനീൻ? അനിയൻ നല്ല പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാറ്. ഇതൊന്നും ശ്രദ്ധിക്കണ്ട. അവനതൊക്കെ പറഞ്ഞു, നീ എന്തിനാ കമന്റ് വായിക്കാൻ പോകുന്നു? അത് നീ ഒരു വീഡിയോ ഇടുമ്പോ 10 പേര് കമന്റ് ഇടും, അത് അവര് ഇടുന്നു. നീ ഇപ്പൊ വീഡിയോ ഇടുന്നത് നിന്റെ ഒരു ജോലിയായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ഇടുന്നവര് അത് അവരുടെ ജോലി, അവർക്ക് അതായിരിക്കും പണി. ചിലപ്പോൾ 4 പേരെ സങ്കടപ്പെടുത്തിയിട്ട് ഒരു സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കും അവര്. അതൊന്നും നീ കാര്യമാക്കണ്ടെന്ന് അവൻ എന്നോട് പറയാറുണ്ട്. ഞാനൊരിടയ്ക്ക് ബ്രേക്ക് എടുത്തപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എന്തിനാണ് നീ വീഡിയോ എന്നൊക്കെ ബ്രേക്ക് എടുക്കുന്നത്, വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട് എന്ന് അവൻ തന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അവൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ തരുമായിരുന്നോ ഇതുപോലെ പറയുമ്പോഴത്തേനും? സൗന്ദര്യത്തെക്കുറിച്ച് അവർ വർണ്ണിക്കുമ്പോഴോ? അവനങ്ങനെയല്ല. അവന് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുങ്ങി നടക്കണതാണ് ഇഷ്ടമില്ലാത്തത്. അവൻ പറയും നീ നോർമലായിട്ട്, അതായത് ഇത് മതി, ഇത് ഇങ്ങനെ മതി, അങ്ങനെ എല്ലാവർക്കും ഒരു നാച്ചുറൽ ടോൺ ഉണ്ട്. ആ അതിലെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അതിന്റെ ഒരു കൺസേൺ ഇതൊന്നുമില്ല. താല്പര്യമാണ് എന്ത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഇതാക്കണം എന്നുള്ളത് നിന്റെ താല്പര്യമാണ്. അതിലങ്ങനെ അവനൊരു ചോയ്സ് ഒന്നും അവനുണ്ടായിരുന്നില്ല. ഞാൻ എന്തിട്ടാലും അവനങ്ങനെ എന്നോടൊന്നും നന്നായിട്ടില്ലാന്നോ അല്ലെങ്കിൽ നന്നായിന്നോ ഒന്നും അവനെന്നോടും അങ്ങനെ പറയാറൊന്നുമില്ല. അവന് ചില സമയങ്ങളിൽ ഒരുങ്ങുമ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ അവൻ അപ്രിഷ്യേറ്റ് ചെയ്യും. അതല്ലാതെ അവൻ അതിനെ പറ്റിയൊന്നും അവൻ ബോധേഡായിരുന്നില്ല, അവനത് പറയുകയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ബോഡി ഷെയ്മോ കാര്യങ്ങളോ ചെയ്യാറുണ്ടോ കമന്റ്സിൽ? അതൊക്കെ എപ്പോഴും ഉണ്ട്. കമന്റ്സിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും ഇപ്പൊ നമുക്ക് സീരിയസ്ലി ഓർത്ത് വെക്കാനും കൂടി ഒരു കമന്റ് ഓർമ്മയില്ല. അങ്ങനെയാണ്. കാരണം നമ്മൾ അങ്ങനെ നോക്കാറില്ല. നമ്മള് കമന്റ്സ് വായിക്കും, പക്ഷെ എന്താണ് ആര് ഇടുന്നു എന്നുള്ളതൊന്നും ഇതാക്കാനുള്ള ഒരു ഇപ്പോഴും നമുക്കില്ല. ഇല്ല. എന്താണ് ഇനിയിപ്പോ നിങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ എന്താ? അച്ഛനും അമ്മയും ഒന്ന് സേഫ് ആക്കണം. ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഓക്കെ ആക്കി അവരുടെ മെന്റൽ കണ്ടീഷൻ ഒന്ന് റിക്കവർ ആക്കണം. ഇപ്പൊ ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട്. വീട് വെക്കണം. ഇനി ഞങ്ങളുടെ ലൈഫിലോ ഞങ്ങളുടെ കൂടെ തന്നെ നിർത്താന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഏട്ടൻ്റെ അച്ഛനും അമ്മയുണ്ട്. അവരും എൻ്റെ അച്ഛനും അമ്മയും ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാം. അങ്ങനെ ഒരു പ്ലാനാണ് ഞങ്ങളുടെ മനസ്സിൽ. ഒരു കൂട്ടുകുടുംബം പോലെ പോകണം എന്നാണ് പ്ലാൻ ചെയ്തത്. എല്ലാവരും ഒരുമിച്ച് പോകണം. അനിയത്തി മാത്രമേ ഉള്ളൂ. അവളുടെയും കല്യാണം കഴിഞ്ഞു. അപ്പൊ അവർക്കും ഇനി ഏട്ടൻ തന്നെയാണ് ഉള്ളൂ. ഞങ്ങൾ തന്നെ ഉള്ളൂ. ഞാനും ഏട്ടനും അവരെ നോക്കാനും ഞങ്ങൾ തന്നെ ഉള്ളൂ. എൻ്റെ പപ്പേനെ അങ്ങനെ നോക്കണമെങ്കിൽ ഞങ്ങൾ തന്നെയുള്ളൂ. നല്ലൊരു വീടൊക്കെ വെച്ച് എല്ലാവരെയും ഒരുമിച്ചിരുത്തി നല്ല സന്തോഷത്തോടെ അങ്ങോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചാനലിന്റെ കാര്യം എന്താക്കും? ചാനലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കൊണ്ടുപോകും. ഫാമിലി വ്ലോഗ് തന്നെ ഇട്ട് പോകാനാണ് പ്ലാൻ ചെയ്യണേ. നമ്മുടെ സന്തോഷങ്ങളും ഇത്ര നാളും ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റ് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ച് നമ്മളോട് സംസാരിച്ച് ആശ്വസിപ്പിച്ച്. അവരൊന്നും നമ്മളെ ഒരിക്കലും മറക്കില്ല. നമ്മളൊരു വിഷമ ഘട്ടത്തിൽ നമ്മളെ കൂടെ നിന്നവരെയൊന്നും നമ്മൾ ഒരിക്കലും, നമ്മുടെ സന്തോഷ നിമിഷത്തിൽ കൂടെ ഇല്ലാത്തവരെക്കാളും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. നമുക്കൊരു സങ്കടം വന്നപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരാണ്. അങ്ങനെയുള്ളവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും. ഒരുപാട് പേര് കമന്റ്സ് ഇട്ടാണെങ്കിലും മെസ്സേജ് അയച്ചാണെങ്കിലും അമ്മയുടെ വിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല. അപ്പം എന്നും അവർക്കും നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോൾ സന്തോഷമായിരിക്കും. അപ്പം ഇനി അവരായി നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ റീച്ച് ആവണമെങ്കിൽ അവരുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പം അതിനും നമ്മൾ തുടരും. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഇതുവരെ എങ്ങനെ പോയോ അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ പോയിട്ട്. ഈ വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ട് വരുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണോ? സബ്സ്ക്രൈബേഴ്സ് നമ്മളോട്, പിന്നെ ഫാമിലി. സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയി ഒരുപാട് പേരുണ്ട്. ഈ സോഷ്യൽ മീഡിയ കാരണം ഒരുപാട് പേര് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ വന്നവരും മേക്കപ്പ് ചെയ്യാൻ വന്നവരൊക്കെ ആയിട്ടും ഇപ്പോഴും അതേ ഒരു ഫാമിലി ലൈഫ് പോലെ പോണ ആൾക്കാരുണ്ട്. അങ്ങനെ മറക്കാൻ പറ്റാത്ത ആളുകളുണ്ടോ? ഉണ്ട്. അവരുമായിട്ടുള്ള ഒരു മുഹൂർത്തം, ഒരു സന്തോഷ നിമിഷം. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ആദ്യം വിഷു ഷൂട്ടിന് വന്ന ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് വിഷുവിന് ഷൂട്ട് ചെയ്യണത് കൊണ്ടോട്ടിയിലുള്ള വിനീഷേട്ടനും ആളുടെ വൈഫ് കൃഷ്ണേച്ചി, അവരാണ്. ഇന്നും അതായത് ഇപ്പോഴും ഞങ്ങളൊപ്പം എന്തിനും ഏതിനും നിൽക്കണത്. അവിടെ പോയി നിൽക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും അതുപോലെ നിൽക്കുന്നത്. ഇപ്പോഴും അലം മരിച്ചപ്പോഴും മരിച്ച 7-ാം തീയതി 8-ാം തീയതി ആയിരുന്നു അവൻ്റെ അടക്കം കാര്യങ്ങളൊക്കെ. 7-ാം തീയതി തൊട്ട് 8-ാം തീയതി വൈകുന്നേരം വരെ നമ്മുടെ കൂടെ അവരുണ്ടായിരുന്നു. അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. വിനീഷേട്ടൻ്റെ അമ്മയും അവരും നമ്മുടെ കൂടെ. ഉണ്ണിയേട്ടൻ, വിനീഷേട്ടൻ, കൃഷ്ണേച്ചി അവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോയി അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കഴിഞ്ഞ്
എനിക്ക് പിള്ളേരെ വെച്ച് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, രണ്ടുപേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കില്ല. അപ്പം അമ്മയുടെ ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വീട്ടിലാണല്ലോ എന്നോർത്ത് എൻ്റെ കൂടെ നിൽക്കാൻ വന്നത് കൃഷ്ണേച്ചി വിനീഷേട്ടനുമാണ്. 2-3 ദിവസം വന്ന് എൻ്റെ കൂടെ. എൻ്റെ മാനസികാവസ്ഥ അപ്പം ഭയങ്കര മോശമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, രാത്രിയൊക്കെ കരച്ചിൽ. ചേച്ചിയാണ് അവിടെ വന്നിട്ട് വീട്ടിലെ പണികളെല്ലാം ചെയ്ത് അത്രയും സപ്പോർട്ടായിട്ട് എന്നും വിളിക്കും. എന്നൊരു ഞാൻ ഉറങ്ങില്ല എന്നറിയാം. ചേച്ചി ഇപ്പോൾ 11:30 ആകുമ്പോൾ എന്നെ ഫോൺ വിളിച്ച് ചിലപ്പോൾ ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചായിരിക്കും ഞാൻ ഉറങ്ങിപ്പോകുന്നത്. അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ യൂട്യൂബ് ത്രൂ നമുക്ക് ഒരുപാട് പേര്, ഒരാളെന്നല്ല എടുത്തു പറയാൻ ഇവര് രണ്ടുപേരും മെയിൻ ആണ്. പിന്നെ അതുപോലെ ഒരുപാട് പേര് നമുക്ക് യൂട്യൂബ് ത്രൂ നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് വന്നിട്ട് ആൾക്കാരുണ്ട്. ഓക്കെ, ഈ നിങ്ങളുടെ ഈ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി മെമ്പേഴ്സിന്റെ മരണ ദിവസം തൊട്ടായിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഏകദേശം അടുത്താണ്, ഞങ്ങളൊരു നാട്ടുകാർ തന്നെയാണ് ഓൾറെഡി. ദൂരമേ ഉള്ളൂ. ഞാനിപ്പോ എന്റെ വീട്ടിൽ വന്ന ഏട്ടൻ്റെ അവിടോട്ട് നടന്നാ പോവാറ്, അത്രയും ദൂരമേ നമുക്ക് വരുന്നുള്ളൂ. അവരെല്ലാരും അന്ന് തൊട്ട് കഴിയുന്നവരെയും കൂടെ. പിന്നെ ഏട്ടൻ്റെ അച്ഛനും അളിയനും അനിയത്തിയുടെ ഭർത്താവും തലേ ദിവസം രാത്രി ആ സംഭവം നടക്കുമ്പോൾ ഫുൾ രാത്രി തൊട്ട് വെളുക്കുന്നവരെ അവര് ഹോസ്പിറ്റലിൽ അമ്മയുടെ കൂടെ ആവട്ടെ അനിയന്റെ കൂടെ ആവട്ടെ അവര് ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങാനുള്ള പ്ലാൻ ആണോ വിചാരിച്ചത്? ആദ്യം അമ്മ ഒന്ന് റിക്കവർ ആവണം, പിന്നെ ഇത് എല്ലാം ചെയ്തു തരുമെന്ന് നോക്കിയിട്ട്. ഇല്ലെങ്കിൽ നമ്മള്, കാരണം നമ്മള് ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളല്ലേ. നമ്മൾ എന്താ പറയാ, ഒരു അടിസ്ഥാന ആവശ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ റോഡും ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഇതുപോലും തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനെതിരെ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക. കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പോയി, ഇതെല്ലാം മാറാൻ വേണ്ടി ഒരു നിമിത്തമായി മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാം. പിന്നെ നമ്മളായിട്ട് തന്നെ മുന്നോട്ട്, കാരണം നമ്മളെ കൂടെ ഇപ്പോൾ ആ പ്രദേശവാസികളും എല്ലാവരും ഉണ്ട്. പിന്നെ സാമൂഹ്യ പ്രവർത്തകരായിക്കോട്ടെ, എല്ലാവരും എല്ലാ പാർട്ടിയും കുറച്ച് നല്ല പ്രവർത്തകർ എല്ലാവരും കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പേരെടുത്ത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ഉണ്ട്. അപ്പൊ പിന്നെ അറിയാലോ എല്ലാവരും വാക്ക് തരാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും. അത് പാലിക്കാൻ കുറച്ച് സമയമാവുക മെഡിറ്റേക്ക് ആവുമ്പോൾ. അപ്പൊ അതിനു വേണ്ടിയിട്ടൊന്ന് ഇതായി പോവാന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇത്ര അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് വിളിച്ച് സപ്പോർട്ട് ചെയ്യോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാന്നോ? ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വിളിച്ചു, മെസ്സേജ് അയച്ചു, നമ്മളെ അവസ്ഥ മനസ്സിലാക്കി സംസാരിക്കുകയും ചെയ്തു. കാര്യങ്ങൾ അവർക്കും അവർ ആ സമയത്താണ് വിളിച്ചത്. അപ്പൊ അവർക്ക് എന്താണ് നടന്നതെന്നുള്ളതിന്റെ വ്യക്തത ഇന്നാണ് ഞങ്ങളൊരു വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഇട്ട്. ചിലപ്പോൾ അത് കാണുമ്പോഴായിരിക്കും പലർക്കും ആ ഒരു വ്യക്തത വരുന്നുണ്ടാവുക. പക്ഷെ കുറേ പേര് നമ്മൾക്ക് മെസ്സേജ് അയച്ചും നമ്മളെ വിളിച്ചും നമുക്കൊരു ഗ്രൂപ്പും കാര്യങ്ങളുണ്ട്. അതിലെല്ലാവരും അവരുടെ കണ്ടോളൻസ് ഒക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോവുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്കുള്ളൊരു നിയമ പോരാട്ടത്തിൽ വിജയം ഉണ്ടാകുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു.